പൊതു തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത തിരിച്ചടികൾ വിവിധ സംസ്ഥാനങ്ങളിലും പ്രതിഫലിക്കുന്നു. 24 വർഷം നീണ്ടുനിന്ന ഭരണത്തിന് ശേഷം ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് രാജിവെച്ചു. മഹാരാഷ്ട്രയിൽ ബിജെപിക്കുണ്ടായ തിരിച്ചടിയുടെ ഉത്തരവാദിത്തമേറ്റ് ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് രാജിസന്നദ്ധത അറിയിച്ചു. നീണ്ട രാഷ്ട്രീയ വനവാസത്തിന് ശേഷം ആന്ധ്രയുടെ നായകനും ദേശീയ രാഷ്ട്രീയത്തിലെ കിങ് മേക്കറും ആകാനുള്ള ഒരുക്കം ചന്ദ്രബാബു നായിഡുവും തുടങ്ങി. ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ജനിച്ച ഒഡിയക്കാർക്ക് നവീൻ പട്നായിക് അല്ലാതെ മറ്റൊരു നേതാവില്ലായിരുന്നു. കൃത്യം 24 വർഷം മുമ്പ് 2000 മാർച്ച് 5-ന് മുഖ്യമന്ത്രി കസേരയിൽ ഏറിയതാണ് ഈ ബിജു ജനതാദൾ നേതാവ്. ജൂൺ 5 വരെ ആരും ചോദ്യം ചെയ്യാനില്ലാതെ ആ കസേരയിൽ തുടർന്നു. അതാണ് ഇപ്പോൾ മാറിയത്. പിന്നെ വലിയ തിരിച്ചടി മഹാരാഷ്ട്രയിലാണ്. മുഖ്യമന്ത്രിയായിരുന്നെങ്കിലും ഭരണം നിയന്ത്രിച്ചിരുന്നത് ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ആയിരുന്നു. NCPയെ നെടുകെ പുലർത്തിയതും ശിവസേനയെ മുറിച്ചെടുത്തതും ഫട്നാവിസിന്റെ ബുദ്ധിയായിരുന്നു. ഇരുവരോടും ചെയ്തത് അനീതിയാണെന്നാണ് മറാത്ത ജനതയുടെ ഇപ്പോഴത്തെ വിധിയെഴുത്ത്. ഇതോടെ ഫട്നാവിസ് സമ്മർദ്ദത്തിലായി. പിന്നാലെ ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയാണെന്ന് പ്രഖ്യാപനം. ഈ തെരഞ്ഞെടുപ്പോടെ കൂടുതൽ ശക്തരായ 2 മുഖ്യമന്ത്രിമാരാണ് പശ്ചിമബംഗാളിലെ മമതാ ബാനർജിയും തമിഴ്നാട്ടിലെ MK സ്റ്റാലിനും. ഉള്ളം കൈയിലിട്ട് ദേശീയ രാഷ്ട്രീയം അമ്മാനമാടിയ ഗുരുകാരണവർ NT രാമറാവുവിന്റെ നിലയിലേക്ക് ഒരിക്കൽ കൂടി വളരുകയാണ് ശിഷ്യൻ N ചന്ദ്രബാബു നായിഡു. BJPക്ക് ഭരിക്കാൻ പിന്തുണ അനിവാര്യമായ ഘട്ടത്തിൽ ഒരു വാതിലും നായിഡു കൊട്ടിയടയ്ക്കുന്നില്ല. ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി അഖിലേഷ് യാദവും ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവും പിതാക്കന്മാരുടെ അതേ വഴിയിൽ ഡൽഹിയിലെത്തി. മുലായം സിംഗ് യാദവിനും ലാലു പ്രസാദ് യാദവിനും 3 പതിറ്റാണ്ട് മുൻപുണ്ടായിരുന്ന അതേ റോളാണ് ഇപ്പോൾ മക്കൾക്കും. രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് 5 സീറ്റിന്റെ തിളക്കവുമായാണ് വിലപേശാൻ തയ്യാറെടുക്കുന്നത്. മത്സരിച്ച 5 സീറ്റിലും ജയിച്ചാണ് ചിരാഗിന്റെ പാർട്ടിയുടെ വരവ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.